ഹായ് എവരിവൺ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സാണ് കവർ ചെയ്തു പോരുന്നത്. കേരള ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. തിരുവിതാംകൂർ രാജവംശം, യൂറോപ്യന്മാരുടെ ആഗമനം, സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനങ്ങൾ, ഇവയിലെത്തിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള എന്നതാണ് അടുത്ത നമ്മുടെ ടോപ്പിക്ക്. നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ. ഇച്ചിരി വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് മനസ്സിലാക്കി മുൻപോട്ട് പോകാം. നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി വേണം നമുക്കൊന്നിച്ച് മുമ്പോട്ട് പോകാൻ. അപ്പോൾ ക്ലാസ്സുകൾ കാണുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം ഉണ്ടായിരുന്നില്ല. ഭരണപരമായി ഒരു ഏകോപനം ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് എന്താണ് ഒരു ഏകീകൃതമായ രൂപം, അതായത് ഒരു പൊതുവായ രൂപം ഉണ്ടായിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെ പരോക്ഷമായാണ് ഭരണം നടത്തിയിരുന്നത്. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു. എന്നാൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും റെസിഡന്റുമാരെ മുൻനിർത്തിയാണ് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയത്. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. അപ്പം മലബാറിൽ നമ്മൾ ഒരുപാട് പ്രക്ഷോഭങ്ങൾ പഠിക്കുന്നുണ്ട്. മലബാർ കലാപമൊക്കെ അതിന് ഉദാഹരണമാണ്, അല്ലേ? പൂക്കോട്ടൂർ യുദ്ധം. അപ്പം മലബാറിൽ ഇതുപോലെ രാഷ്ട്രീയ സമരങ്ങൾ ഉണ്ടായെങ്കിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഇത്രയും ശക്തമായിരുന്നില്ല പ്രക്ഷോഭങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ മലബാർ ജില്ലാ കോൺഗ്രസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു. ഒന്നാം ലോക മഹായുദ്ധ കാലത്താണ് മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നത്. കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, എം പി നാരായണ മേനോൻ എന്നിവരാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. അപ്പോൾ ആരൊക്കെയാണ് മലബാർ ജില്ലാ കോൺഗ്രസ്സിന് നേതൃത്വം കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ആരൊക്കെയാണ്? കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, എം പി നാരായണ മേനോൻ എന്നിവരാണ് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം 5ാം മലബാർ ജില്ലാ സമ്മേളനം. ഇവിടെ ചർച്ച ചെയ്തത് ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങളായിരുന്നു. അപ്പം 1920 മഞ്ചേരിയിൽ നടന്നത് 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമായിരുന്നു. ഇവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങളായിരുന്നു ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തത്. ആനി ബസന്റും അനുയായികളും 5ാം മലബാർ ജില്ലാ സമ്മേളനത്തിൻ്റെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പം 5ാം മലബാർ ജില്ലാ സമ്മേളനത്തിൻ്റെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയ ദേശീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ് മഞ്ചേരിയിൽ നടന്നത്. മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം കേരളത്തിലെ സൂററ്റ്, അതായത് സൂററ്റ് പിളർപ്പിനോട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? ആനി ബസന്റും അനുയായികളും ഈ ഖിലാഫത്ത് പ്രശ്നവും കുടിയാൻ പ്രശ്നമൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ള നിലപാടിൽ ആ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അതുകൊണ്ടാണ് മഞ്ചേരിയിൽ നടന്ന 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാന സമ്മേളനമായിരുന്നു 1920 മഞ്ചേരിയിൽ നടന്നത്. അപ്പം 1920 മഞ്ചേരിയിൽ നടന്നത് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ 5ാമത്തെ സമ്മേളനവും അതുപോലെ തന്നെ അവസാന സമ്മേളനമാണ്.
ഈ തന്നിരിക്കുന്ന ബോക്സിൽ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ 5 വേദികളും വർഷവും അധ്യക്ഷന്മാരുമാണ് തന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിള്. കാരണം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമൊക്കെ PSC എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1916 ആനി ബെസൻറ്റിൻ്റെ അധ്യക്ഷതയിൽ പാലക്കാടാണ് ചേർന്നത്. അപ്പം ഒന്നാം ജില്ലാ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം എന്ന് നടന്നു? 1916. അപ്പം ഇത് തുടങ്ങുന്നത് എന്നാണ്? 1916. എവിടെയാണ്? പാലക്കാടാണ്. അധ്യക്ഷ ആരായിരുന്നു? ആനി ബെസൻ്റ് ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷ. അടുത്തത് 2ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1917 കോഴിക്കോടാണ് നടക്കുന്നത്. കോഴിക്കോട് നടന്നപ്പോൾ അധ്യക്ഷൻ CP രാമസ്വാമി അയ്യരായിരുന്നു. 2ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1917 കോഴിക്കോട് നടക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ. അടുത്തതായ 3ാം മലബാർ ജില്ലാ കോൺഗ്രസ് 1918 തലശ്ശേരിയിലാണ് 3ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷൻ ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു. അപ്പം 3ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ആസാദ് അലി ഖാൻ ബഹദൂർ. ആസാദ് അലി ഖാൻ ബഹദൂർ. 3 പേരോർത്തിരിക്കുക. മൂന്നാമത്തേതിന് 3 പേരുണ്ട്. ആസാദ് അലി ഖാൻ ബഹദൂർ. എവിടെയാണ് നടന്നത്? 1918 തലശ്ശേരിയിലാണ് 3ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അടുത്തത് 4ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1919 വടകരയിൽ വെച്ച് നടക്കുന്നു. KP രാമനായിരുന്നു വടകര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഇപ്പോൾ നമ്മൾ പഠിച്ചു. എവിടെ നടന്നു? മഞ്ചേരിയിൽ 1920 നടന്നു. ഇതാണ് അവസാന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് കസ്തൂരി രംഗ അയ്യങ്കാർ. അപ്പം ഒന്നാമത് 1916 പാലക്കാട് ആനി ബെസൻറ്റ്, 1917 കോഴിക്കോട് CP രാമസ്വാമി അയ്യർ, 1918 തലശ്ശേരി ആസാദ് അലി ഖാൻ ബഹദൂർ, 1919 വടകര KP രാമൻ, 1920 മഞ്ചേരി കസ്തൂരി രംഗ അയ്യർ. ഇമ്പോർട്ടൻ്റ് ആണിത്, നിങ്ങൾ പഠിക്കണം കേട്ടോ, നല്ലതുപോലെ പഠിക്കണം. ഈ വർഷവും സ്ഥലവും അധ്യക്ഷനും പഠിക്കണം. അടുത്തതാണ് മലബാർ കലാപം. 1836 മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണങ്ങളായിരുന്നു ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം. 22ഓളം കലാപങ്ങളാണ് മലബാറിൽ ഉണ്ടായത്. അപ്പോൾ എന്തൊക്കെയാണ് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ? ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം, ഇവയൊക്കെയായിരുന്നു മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ. മലബാറിൽ ചെറുതും വലുതുമായ 22ഓളം കലാപങ്ങളാണ് ഉണ്ടാകുന്നത്. കലാപം അടിച്ചമർത്താനായി മലബാർ സ്പെഷ്യൽ പോലീസ് MSP എന്ന പ്രത്യേക സേനാ വിഭാഗം പോലീസ് സേനയെ രൂപീകരിക്കുന്നു. അപ്പം മലബാർ കലാപം അടിച്ചമർത്താനായി വന്ന പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. തുടർച്ചയായി ഈ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലോഗൻ കമ്മീഷനെ നിയോഗിക്കുന്നു. അപ്പം മലബാറിൽ തുടർച്ചയായ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ, വില്യം ലോഗൻ കമ്മീഷൻ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമായുണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമെന്ന് ഈ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ വില്യം ലോഗൻ കമ്മീഷനെ ബ്രിട്ടീഷുകാർ നിയമിക്കുന്നു. എന്താണ് ഈ കലാപങ്ങൾക്ക് കാരണമെന്ന് കണ്ടെത്താനായിട്ട്. ഈ കലാപത്തിൻ്റെ അപ്പോൾ വില്യം ലോഗൻ്റെ റിപ്പോർട്ട് എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമായുണ്ടായ ദാരിദ്ര്യം, കാർഷിക അസംതൃപ്തി, ഇവയാണ് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമെന്ന് വില്യം ലോഗൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു.
മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് വില്യം ലോഗൻ ചൂണ്ടിക്കാട്ടി. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് മലബാർ കളക്ടറായിരുന്ന HV കനോലി വധിക്കപ്പെട്ടു 1855. അപ്പം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറായിരുന്നു HV കനോലി. വർഷം 1855. മാപ്പിള ലഹളകളുടെ തുടർച്ചയായി 1921 നടന്ന കലാപമാണ് മലബാർ കലാപം. അപ്പോൾ ഈ മാപ്പിള ലഹളകളുടെയൊക്കെ തുടർച്ചയായിട്ട് 1921 നടന്ന കലാപമാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. മാപ്പിള ലഹളയെ തുടർന്ന് സുപ്രധാനമായ മണർക്കാട് ഏറ്റുമുട്ടൽ നടന്നത് 1921. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടതോടെ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മുടെ മലബാറിൽ ശക്തിപ്പെടുന്നു. ഇതോടുകൂടി മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോഴിക്കോട് എത്തിയത് ഗാന്ധിജിയും ഷൗക്കത്തലിയും ചേർന്ന് 1920 ഖിലാഫത്ത് കമ്മിറ്റിയുടെ കേരളത്തിലെ പ്രസിഡന്റായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഇവിടെ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയായിരുന്നു. ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബും. അപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി ആരായിരുന്നു? മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബായിരുന്നു. മലബാറിലെ കർഷകരായ മാപ്പിളമാർ ആയിരുന്നു മലബാറിലെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയായിരുന്നു. എവിടെയായിരുന്നു? തിരൂരങ്ങാടി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ. മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കളായി വരുന്നത്. 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി. 1921 മലബാർ കലാപ സമയത്ത് ഹിന്ദുക്കളുടെ രാജാവെന്നും മുസ്ലിങ്ങളുടെ അമീർ എന്നും ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നും സ്വയം വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. നമ്മൾ പറഞ്ഞു മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്തവരെക്കുറിച്ച്. അതിൽപ്പെട്ട ആളാണ് ആര്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അപ്പം ഇദ്ദേഹം ഈ കലാപത്തിൻ്റെ സമയത്ത് പറഞ്ഞതാണ്, ഹിന്ദുക്കളുടെ രാജാവാണ് അദ്ദേഹം, മുസ്ലിങ്ങളുടെ അമീറാണ്, ഖിലാഫത്ത് ആർമിയുടെ കേണലാണെന്നും അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നു. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിന് അലി മുസ്ലിയാറാണ് നേതൃത്വം നൽകിയത്. അപ്പം മലബാർ ലഹളയിൽ എന്ത് ചെയ്യുന്നു? ഈ മലബാറിലെ ആളുകൾ അവർ അധികാരം പിടിച്ചെടുത്ത താൽക്കാലികമായ ഒരു ഗവൺമെൻറ്റിനെ രൂപീകരിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അലി മുസ്ലിയാറാണ്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് മലബാറിലെ പോരാട്ടങ്ങൾ നടന്നത്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. മലബാർ കലാപം നടന്ന താലൂക്കുകൾ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് മലബാറിലെ പോരാട്ടങ്ങളെല്ലാം നടന്നത്. 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലബാർ കലാപത്തെ ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് പൂക്കോട്ടൂരിലായിരുന്നു 1921 ഓഗസ്റ്റിന്.
ഏകദേശം 3000 കലാപകാരികൾ ഇതിൽ പങ്കെടുത്തു. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണം കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം. അപ്പോൾ പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ കാരണം എന്താണ്? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണം കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതേ തുടർന്നാണ് പൂക്കോട്ടൂർ യുദ്ധം ഉണ്ടാകുന്നത്. ഖിലാഫത്ത് നേതാവായിരുന്ന അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും ഇതോടൊപ്പം പരന്നു. അപ്പം ഈ 2 കാരണങ്ങളുമാണ് പെട്ടെന്ന് മലബാർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണമായി പറയുന്നത്. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനായിരുന്നു വക്കം അബ്ദുൾ ഖാദർ. വളരെ ചെറുപ്രായത്തിൽ തന്നെയാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത്. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നുമാണ് ബ്രിട്ടീഷുകാർ വക്കം അബ്ദുൾ ഖാദറിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഒരു ഭടനായിരുന്നു. അദ്ദേഹത്തെ അവരെന്ത് ചെയ്യുന്നു? തൂക്കിലേറ്റുന്നു, വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. കലാപം വളരെ ശക്തമായതിനാൽ കലാപം അടിച്ചമർത്താൻ ആവശ്യമായ സൈനിക സഹായം, അതായത് മലബാറിൽ കലാപം, പൂക്കോട്ടൂർ യുദ്ധമൊക്കെ വളരെ ശക്തമായിരുന്നു. അപ്പോൾ ഈ കലാപത്തെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ട അന്നത്തെ മലബാർ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നു തോമസ്. യുദ്ധക്കപ്പലിൻ്റെ സാന്നിധ്യം കലാപകാരികളെ ഭയപ്പെടുത്തും എന്ന ഉദ്ദേശത്താൽ കോമസ് എന്ന യുദ്ധക്കപ്പൽ കോഴിക്കോട് തുറമുഖത്തെത്താൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യുന്നു. അപ്പം ഈ കലാപകാരികളെ ഭയപ്പെടുത്താൻ, കപ്പൽ കണ്ടാൽ ഇവർ ഭയന്നു പോകുമെന്ന് കരുതി കോമസ് എന്ന് പറഞ്ഞ യുദ്ധക്കപ്പലിനെ നമ്മുടെ കോഴിക്കോട് തുറമുഖത്ത് എത്തിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ബ്രിട്ടീഷുകാർ ചെയ്യുന്നു. കലാപത്തിൽ ഒരു പോലീസ് മേധാവി കൊല്ലപ്പെടുന്നു, ഹിച്ച് കോക്ക്. അപ്പം മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ആരാണെന്ന് ചോദിച്ചാൽ ഹിച്ച് കോക്കാണ് ഉത്തരം. ഹിച്ച് കോക്ക് ഓർത്തിരുന്നോണം. ഹിച്ച് കോക്കിൻ്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കവിത എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരായിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ഈ കൊല്ലപ്പെട്ട ഹിച്ച് കോക്കിൻ്റെ സ്മരണയ്ക്കായിട്ട് ഒരു സ്മാരകം പണിതു. നമ്മുടെ കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ത് ചെയ്തു? ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കവിത എഴുതി. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയായിരുന്നു കമ്മത്ത് ചെന്നമ്മ. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത ആരാണ്? കമ്മത്ത് ചെന്നമ്മയായിരുന്നു. മലബാർ കുടിയാന്മ നിയമം 1929 കൊച്ചിൻ കുടിയാന്മ നിയമം 1914 നിലവിൽ വരുന്നത്. മലബാർ കുടിയാന്മ നിയമം 1929, കൊച്ചിൻ കുടിയാന്മ നിയമം 1914 നിലവിൽ വരുന്നു. ആൻഡമാൻ നിക്കോബാർ ബോട്ടണി ബേ, ഓസ്ട്രേലിയ ബോട്ടണി ബേ എന്നിവിടങ്ങളിലേക്കായിരുന്നു മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാട് കടത്തിയത്. അപ്പം മലബാർ കലാപത്തിൽ പങ്കെടുത്ത കലാപകാരികളെ എങ്ങോട്ടേക്കൊക്കെയാണ് നാട് കടത്തിയത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ബോട്ടണി ബേ, ഓസ്ട്രേലിയയിലെ ബോട്ടണി ബേ ദ്വീപ് എന്നിവിടങ്ങളിലേക്കായിരുന്നു നാട് കടത്തിയത്. അലി മുസ്ലിയാർ, വാരിങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരെ കലാപത്തിന് നേതൃത്വം നൽകി എന്ന കാരണത്താൽ ബ്രിട്ടീഷുകാർ വധശിക്ഷയ്ക്ക് വിധിച്ചു. ക്രൂരമായ നടപടികളായിരുന്നു ബ്രിട്ടീഷുകാർ ഈ കാലഘട്ടത്തിൽ എടുത്തത്. അപ്പോൾ നമ്മുടെ അലി മുസ്ലിയാരും വാരിങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒക്കെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ വളരെയധികം ചെറുത്തു നിന്ന നേതാക്കളായിരുന്നു. ഇവർ ഈ കലാപത്തിന് നേതൃത്വം നൽകിയെന്ന കാരണം കൊണ്ട് ബ്രിട്ടീഷുകാർ ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അടുത്തതാണ് വാഗൺ ട്രാജഡി. എന്താണ് വാഗൺ ട്രാജഡി? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 10 വാഗൺ ട്രാജഡി സംഭവം നടക്കുന്നത്. വാഗൺ ട്രാജഡി എന്താണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 10, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. 1921 നവംബർ 10 വാഗൺ ട്രാജഡി സംഭവം നടക്കുന്നത്. മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച്
തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നു. മലബാർ കലാപകാരികളെ ഗുഡ്സ് ട്രെയിനിലാക്കി എങ്ങോട്ട് കൊണ്ടുപോകുന്നു? തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് 72 പേർ ശ്വാസം മുട്ടി മരിക്കുന്നു. ഈ സംഭവമാണ് വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നത്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷനാണ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷനാണ് പോത്തന്നൂർ സ്റ്റേഷൻ. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് സുമിത് സർക്കാരാണ്. വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ നമ്പർ MSLV 1711. വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ നമ്പറാണ് MSLV 1711. വർഷം 1921 നവംബർ 10. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷൻ്റെ പേര് AR നേപ്പ് കമ്മീഷൻ എന്നാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ എവിടെയാണ്? തിരൂരിൽ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ വന്ന കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കുറച്ച് കൃതികൾ പഠിക്കാനുണ്ട്. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് K. മാധവൻ നായരാണ്. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ്? K. മാധവൻ നായരായിരുന്നു. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ. മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ എഴുതിയ കവിത ഏതാണ്? ദുരവസ്ഥ. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഖിലാഫത്ത് സ്മരണകൾ ആരുടെ രചനയാണ്? M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റേതായിരുന്നു. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയത് സുന്ദരികളും സുന്ദരന്മാരും. ദുരവസ്ഥ കുമാരനാശാൻ. ഖിലാഫത്ത് സ്മരണ M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപം എന്നത് എഴുതിയത് ആരാണ്? K. മാധവൻ നായരാണ്. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് TL സ്ട്രേഞ്ച് ആണ്. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ആരാണത്? TL സ്ട്രേഞ്ച് കമ്മീഷനാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. മലബാർ കലാപത്തെ ആസ്പദമാക്കി IV ശശി രചിച്ച് സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? 1921. അടുത്തത് നിയമലംഘന പ്രസ്ഥാനം കേരളം. കേരളത്തിലെ നിയമലംഘന പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. 1930 ഏപ്രിൽ 13 കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നു. കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത് എന്നാ? 1930 ഏപ്രിൽ 13. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര്, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്നിവയായിരുന്നു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ കേന്ദ്രങ്ങൾ. അപ്പോൾ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. പിന്നെ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ കടപ്പുറത്തുമാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. കേളപ്പൻ, K. മാധവൻ നായർ, മൊയ്തു മൗലവി എന്നിവർ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? കേളപ്പൻ, K. മാധവൻ നായർ, മൊയ്തു മൗലവി എന്നിവർ ചേർന്നാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്ന പയ്യന്നൂര് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അത് പയ്യന്നൂരാണ്. കാരണം എന്താണ്? ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്നു പയ്യന്നൂര്. അതുകൊണ്ട് തന്നെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നു. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് കേളപ്പനായിരുന്നു. മുഹമ്മദ് അബ്ദുർ റഹ്മാൻ, P. കൃഷ്ണപിള്ള എന്നിവർ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. അപ്പോൾ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? മുഹമ്മദ് അബ്ദുർ റഹ്മാനും P. കൃഷ്ണപിള്ളയും ചേർന്നിട്ടായിരുന്നു.
പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് TR കൃഷ്ണസ്വാമി അയ്യർ നേതൃത്വം നൽകി. പാലക്കാട് നിന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരായിരുന്നു. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാര സമരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാര സമരം നടത്തുകയും അതിനുശേഷം മരണപ്പെടുകയും ചെയ്ത സത്യാഗ്രഹിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, PC കുഞ്ഞിരാമൻ അടിയോടി ഇമ്പോർട്ടൻ്റ് ആണ്. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദിയുടെ പ്രചരണം. എന്തൊക്കെയാണ് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചാൽ വിദേശ വസ്തുക്കളെ ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ കേളപ്പനോടൊപ്പം 32 പേർ പങ്കെടുത്തു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കേളപ്പനോടൊപ്പം എത്ര പേര് പങ്കെടുത്തു? 32 പേരാണ് പങ്കെടുത്തത്. 1930 ഏപ്രിൽ 13 കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചു. 1930 ഏപ്രിൽ 13. 1930 ഏപ്രിൽ 21 ഉപ്പ് സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിലെത്തി. അപ്പം ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് കേളപ്പനോടൊപ്പം 32 പേരാണ് പങ്കെടുത്തത്. 1930 ഏപ്രിൽ 13 ഉപ്പു സത്യാഗ്രഹ ജാഥ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച് അത് 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തുന്നു. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23 കേളപ്പൻ്റെ നേതൃത്വത്തിലെത്തിയ സംഘം ഉപ്പു നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് 12 ഉപ്പു സത്യാഗ്രഹത്തെ പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് 12. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം, അതായത് കേളപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. കേളപ്പനെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് കേളപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? മൊയ്യാരത്ത് ശങ്കരനാണ്. ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ്, പയ്യന്നൂർ. ഉപ്പു സത്യാഗ്രഹ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉളിയത്ത് കടവ്, പയ്യന്നൂർ. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമായിരുന്നു. കേരള ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് സോങ് അതാണ് വരിക വരിക സഹചരെ. ഈ വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാരാണ്? അത് അംശി നാരായണ പിള്ളയാണ്. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. ഉപ്പ് നിയമം ലംഘിച്ച സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു. അടുത്തതാണ് നിവർത്തന പ്രക്ഷോഭം. എന്താണ് നിവർത്തന പ്രക്ഷോഭം? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ സർക്കാർ ജോലികളിലും നിയമസഭയിലും ജനസംഖ്യയുടെ അടിസ്ഥാനമാക്കിയിട്ട് സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ കേരളത്തിലെ സാമുദായിക സംവരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി.
സി കേശവൻ, എൻ വി ജോസഫ് എന്നിവരായിരുന്നു സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കൾ. സി കേശവനും എൻ വി ജോസഫുമായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവരാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്? സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവരാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ. ഐ സി ചാക്കോയാണ് നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഐ സി ചാക്കോ. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമാണ് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിവർത്തന പ്രക്ഷോഭം. 1935 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് സി കേശവനാണ്. അപ്പം കോഴഞ്ചേരി പ്രസംഗം 1935, സി കേശവൻ. കോഴഞ്ചേരി പ്രസംഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിവർത്തന പ്രക്ഷോഭവുമായിട്ടാണ് കോഴഞ്ചേരി പ്രസംഗം ബന്ധപ്പെട്ടിരിക്കുന്നത്. കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവാണ് സി കേശവൻ 1935. നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാനായിരുന്നു ടി ഓസ്റ്റിൻ. പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം വളരെ ഇമ്പോർട്ടൻ്റ്. പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം എന്താണ്? അത് നിവർത്തന പ്രക്ഷോഭമാണ്. പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായി. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാകുന്നത് എന്താണ്? 1936. ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് 1956. ജി ഡി നോക്സ് ആയിരുന്നു തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണർ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ കമ്മീഷണർ ആരായിരുന്നു? അത് ജി ഡി നോക്സ് ആയിരുന്നു. ജി ഡി നോക്സ്. അടുത്തതാണ് വൈദ്യുതി പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം. എന്താണ് വൈദ്യുതി പ്രക്ഷോഭം? തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് വൈദ്യുതി വിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്ക് എതിരായി നടത്തിയ പ്രക്ഷോഭമാണ് തൃശ്ശൂരിലെ വൈദ്യുതി സമരം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം എന്നറിയപ്പെടുന്നത്. തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം സ്വന്തമാക്കിയ മദ്രാസിലെ ചാന്ദ്രി കമ്പനി ആയിരുന്നു. പിന്നീട് ഇത് തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇതാണ് ഈ കമ്പനിയെ, സ്വകാര്യ കമ്പനിയെ വൈദ്യുതി വിതരണം ഏൽപ്പിച്ചതായിരുന്നു വൈദ്യുത പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത്. അപ്പോൾ വൈദ്യുതി സമരം, ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് 1936. അടുത്ത നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ദുർബലമായിരുന്നു. അപ്പം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ വളരെ ദുർബലമായിരുന്നു. അതായത് സി ശങ്കരൻ നായർ, ജി പി പിള്ള എന്നിവർ കേരളത്തിലെ പ്രധാന കോൺഗ്രസ് നേതാക്കളായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഗാന്ധിജിയും കോൺഗ്രസ് അംഗീകരിക്കുന്ന അഹിംസാ പരിപാടി അപര്യാപ്തമാണെന്നും റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിയ വിപ്ലവ പരിപാടിയാണ് കൂടുതൽ അഭികാമ്യമെന്നും ചിന്തിച്ച കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഗാന്ധിജിയും കോൺഗ്രസും അംഗീകരിക്കുന്ന ഈ അഹിംസാ പരിപാടി പോരാ, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കുന്ന വിപ്ലവ പരിപാടിയാണ് കൂടുതൽ യോജിച്ചതെന്ന് ചിന്തിച്ച് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾ ആരംഭിക്കുന്ന സംഘടനയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസിനുള്ളിൽ തന്നെ സ്വതന്ത്രമായി നിൽക്കാനാണ് താൽപ്പര്യപ്പെട്ടത്. 1934 കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം 1934. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നു.
അപ്പോൾ ഗാന്ധിജി 1934 എന്താണ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നു. 1939 ഡിസംബറിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളുടെ ഒരു രഹസ്യ സമ്മേളനം പിണറായിയിൽ തലശ്ശേരിയിൽ നടക്കുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമായിരുന്നു പിണറായിയിലെ സമ്മേളനം. പാറപ്പുറം, കണ്ണൂർ പാറപ്പുറത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. 1940 ജനുവരി 26 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വരുന്നു. EMS നമ്പൂതിരിപ്പാട്, AKG, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ. ഈ യൂത്ത് ലീഗിനെ തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻഗാമി എന്നാണ് അറിയപ്പെടുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ലഭിച്ച പ്രചാരം ജനകീയ സമരങ്ങൾക്ക് വഴിയൊരുക്കി. 1941 കയ്യൂർ സമരത്തിൻ്റെ വർഷം 1941. 1946 പുന്നപ്ര വയലാർ സമരവും ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. 1940 സെപ്റ്റംബർ 15 മലബാറിലെ തൊഴിലാളികളും കർഷകരും അടിച്ചമർത്തൽ വിരുദ്ധ ദിനമായി ആചരിച്ചു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കുകയും ജന്മത്യത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി സമരങ്ങൾ നടത്തുകയും ചെയ്തു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI എന്നും CPIM എന്നും പിളർന്നത് 1964 ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെക്കുറിച്ചാണ് അടുത്തത് പഠിക്കുന്നത്. ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭം. എന്താണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം? ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ച സംഘടനയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. അപ്പം ആരുടെ നേതൃത്വത്തിലാണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരുന്നു. 1927 തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, യൂത്ത് ലീഗ് തുടങ്ങിയ സംഘടനകളെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ നിരോധിച്ചു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ നയിച്ച വനിതയായിരുന്നു അക്കാമ ചെറിയാൻ. അപ്പം നമ്മുടെ രാജധാനി മാർച്ച് എന്ത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭമാണ്. ആരാണ് ഈ രാജധാനി മാർച്ച് നയിച്ചത്? അക്കാമ ചെറിയാനാണ്. എവിടെ മുതൽ എവിടെ വരെ? തമ്പാനൂർ മുതൽ കവടിയാർ വരെ. വർഷം ചോദിച്ചാലോ 1938. ഉത്തരവാദ ഭരണ നിഷേധത്തിനും ദുർഭരണത്തിനുമെതിരെ നിയമലംഘനം എന്ന പ്രക്ഷോഭ രീതിയാണ് സ്റ്റേറ്റ് കോൺഗ്രസ് ആവിഷ്കരിച്ചത്. സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിക്ക് പകരം ഡിക്റ്റേറ്റർ എന്ന പദവി രൂപവൽക്കരിച്ചുകൊണ്ടാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. ഇതിൻ്റെ ആദ്യ ഡിക്റ്റേറ്റർ പട്ടം താണുപിള്ളയായിരുന്നു. അപ്പം നമ്മുടെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ ഡിക്റ്റേറ്റർ ആരാണ്? പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് NK പത്മനാഭൻ പിള്ള, അതായത് സ്വദേശാഭിമാനിയുടെ സഹോദരൻ, ഡിക്റ്റേറ്റർ പദവി വഹിച്ചു. 1938 ഓഗസ്റ്റിൽ NK പത്മനാഭ പിള്ളയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ സംഭവമാണ് നെയ്യാറ്റിൻകര വെടിവയ്പ്. 1938 ഓഗസ്റ്റിൽ നമ്മുടെ രണ്ടാമത്തെ ഡിക്റ്റേറ്ററായ NK പത്മനാഭ പിള്ളയെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിനെ തുടർന്നുണ്ടായ സംഭവമാണ് നെയ്യാറ്റിൻകര വെടിവയ്പ്. നെയ്യാറ്റിൻകര വെടിവയ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തിയാണ് രാഘവൻ. നെയ്യാറ്റിൻകര വെടിവയ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തി ആരാണ്? രാഘവനാണ്. കൊച്ചിൻ കോൺഗ്രസ്, കൊച്ചി സ്റ്റേറ്റ് കോൺഗ്രസ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്നീ സംഘടനകൾ കൊച്ചിയിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിനു വേണ്ടി നിലകൊണ്ടു. 1946 ജൂലൈ 29 കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി പ്രജാമണ്ഡലം ആരംഭിച്ചു. 1947 ഓഗസ്റ്റ് 14 കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊള്ളുന്നു. അപ്പോൾ കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ടതെന്നാ? 1947 ഓഗസ്റ്റ് 14. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥകൾ AKGയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് ആലുവയിൽ വെച്ച് ജാഥ തടഞ്ഞ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു. ശിവരാജ പാണ്ഡ്യൻ്റെ നേതൃത്വത്തിൽ മധുരയിൽ നിന്ന് ചെങ്കോട്ടയിൽ വെച്ച് നടന്ന പോലീസ് മർദ്ദനത്തിൽ ശിവരാജ പാണ്ഡ്യൻ കൊല്ലപ്പെട്ടു. ഗണപതി കമ്മത്തിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ കർണാടക ജാഥ, KK വാര്യരുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ജാഥ. അപ്പോൾ 1938 മുതൽ 1947 വരെ
സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നു. പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ്. 1947 സെപ്റ്റംബർ 4 ഈ വിളംബരം നടത്തിയത്. 1948 മാർച്ച് 20 തിരുവിതാംകൂറിൽ രൂപം കൊണ്ട പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നു. പുതിയ നിയമനിർമ്മാണ സഭയിൽ ആകെ 120 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ AJ ജോൺ ആയിരുന്നു. അപ്പം നമ്മുടെ 1948 മാർച്ച് 20 തിരുവിതാംകൂറിൽ പുതിയ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ AJ ജോൺ ആയിരുന്നു. അടുത്തായി നമുക്ക് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ കുറിച്ച് പഠിക്കാം. 1938 ഫെബ്രുവരി 23 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് സ്ഥാപിതമാകുന്നത്. പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത്. അപ്പം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? പട്ടം താണുപിള്ള. എന്നാണ്? 1938 ഫെബ്രുവരി 23. രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ CV കുഞ്ഞിരാമനായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ CV കുഞ്ഞുരാമൻ. 1938 ഫെബ്രുവരി 25 ആദ്യ സമ്മേളനം നടന്നത്. ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണെന്ന് നമ്മൾ പറഞ്ഞു. പട്ടം താണുപിള്ളയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ആദ്യ സെക്രട്ടറിമാർ PS നടരാജപിള്ളയും KT തോമസുമായിരുന്നു. ആദ്യത്തെ ട്രഷറർ MR മാധവ വാര്യരാണ്. ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണം എന്നതായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്താ? ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണം എന്നതായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം വട്ടിയൂർക്കാവിൽ നടന്നു. 1938 ഡിസംബർ 22, 23 തീയതികളിൽ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ആക്ഷൻ കൗൺസിലിൻ്റെ വമ്പിച്ച പ്രകടനം 1938 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നു. അപ്പോൾ അക്കാമ ചെറിയാൻ ഓർത്തിരുന്നോണം കേട്ടോ. അടുത്തത് നമ്മൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. 1941 ജനുവരി 26 രൂപീകൃതമായി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടത് 1941 ജനുവരി 26. S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകർ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകരാരൊക്കെയാ? S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരായിരുന്നു. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രധാന നേതാക്കൾ. അന്നത്തെ കൊച്ചി ദിവാനായ AFW ഡിക്സൺ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഒരു ഉത്തരവിറക്കുന്നു. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയിൽ. പ്രജാമണ്ഡലത്തിൻ്റെ അവസാന വാർഷിക സമ്മേളനം തൃശ്ശൂർ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 1948 ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്നു. അപ്പം ആദ്യത്തെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? അത് ഇക്കണ്ട വാര്യരായിരുന്നു. 1948 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം INCയിൽ ലയിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 1948 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ലയിക്കുന്നു. കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. അപ്പോൾ കൊച്ചിനെ ആസ്ഥാനമാക്കി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലമായിരുന്നു. നോക്കിക്കേ, കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ആരാ? പനമ്പള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ. അപ്പോൾ ആദ്യ പ്രധാനമന്ത്രി കൊച്ചിയിലെ പനമ്പള്ളി ഗോവിന്ദമേനോനും അവസാനത്തേത് ഇക്കണ്ട വാര്യരുമായിരുന്നു.
കൊച്ചിയിലെ പ്രധാനമന്ത്രിമാർ ആരൊക്കെയായിരുന്നു? പനമ്പള്ളി ഗോവിന്ദമേനോൻ, ടി കെ നായർ, ഇക്കണ്ട വാര്യർ. കൊച്ചിയിലെ പ്രധാനമന്ത്രിമാരിൽ ആദ്യം പനമ്പള്ളി ഗോവിന്ദമേനോനും അവസാനം ഇക്കണ്ട വാര്യരുമായിരുന്നു. പിന്നെ ടി കെ നായരും കൊച്ചിയിലെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്തതാണ് തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? അത് പട്ടം താണുപിള്ളയാണ്. അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ളയും. തിരുവിതാംകൂറിൻ്റെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ളയും അവസാനത്തെ പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ളയുമാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിമാർ ആരൊക്കെയായിരുന്നു? അത് പട്ടം താണുപിള്ളയും പറവൂർ ടി കെ നാരായണപിള്ളയുമാണ് തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിമാർ. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രമാണ് പഠിക്കുന്നത്. ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് നമുക്ക് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാവുന്നത് ഒക്കെയുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി സമരങ്ങളെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.